പ്രിയമുള്ളവരെ, ഞാൻ ഒരു റിട്ടയേർഡ് അക്കൗണ്ടൻ്റാണ്. ഞാൻ ആരെയും ജാതിപരമായോ വർഗപരമായോ അതുപോലെ തന്നെ മതപരമായോ ഒന്നും ഞാൻ ആരെയും ഹർട്ട് ചെയ്യാനോ പീഡിപ്പിക്കാനോ ഒന്നും പോയിട്ടില്ല. കുറേ നാളുകളായി എന്നെ വീണ്ടും ചിറ്റയിൽ തറവാടെന്നോ ചിറയിൽ തറവാടെന്നോ ഏതാണ്ട് പറഞ്ഞുകൊണ്ട് എന്നെ പ്രശ്നങ്ങളുണ്ടാക്കാൻ പോകണം. ഞാൻ ധീവര സമുദായത്തിലെ അരയ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. എൻ്റെ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലച്ചഴിക്കുകയും എൻ്റെ കള്ളത്തരത്തിൽ ഐഡിയ ഉണ്ടാക്കി ഫേസ്ബുക്ക് ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് മുതലായ ചിലർ വ്യാജ ന്യൂസുകൾ നൽകി എന്നെ ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാൻ നോക്കുകയാണ്. എൻ്റെ ബന്ധുക്കളിലും ഇവർ നേരിട്ട് ചെന്ന് ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് എനിക്ക് തലയ്ക്ക് ഭ്രാന്താണെന്നും ഒക്കെ പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവർ എനിക്കെതിരെ തിരിയുന്നത്. ഇവരാരാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനതിപ്പം പറയുന്നില്ല. ഏതായാലും അന്വേഷണം നടക്കട്ടെ എന്ന് കണ്ടു തന്നെയാണ് ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. അവരെൻ്റെ ബന്ധുക്കളൊക്കെ തന്നെയാണ്. പക്ഷേ അവരവരുടെ കാര്യം നോക്കുക. ഇനിയിപ്പോൾ അച്ഛൻ്റെ കാലവും അമ്മയുടെ കാലവും ഒക്കെ കഴിഞ്ഞു. ഇനി അവരവരുടെ കാര്യം നോക്കി അവരവരുടെ സ്വയം ബുദ്ധിക്കനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. ഞാൻ ചെന്ന് ജീവിക്കുള്ളതെന്നൊന്നും നോക്കണ്ട. അവർ അതേ എൻ്റെ സ്ഥലവും വീടും നോട്ടം ഇട്ട് കൊണ്ട് വലിയ കളി കളിക്കാനൊക്കെ അത് എൻ്റെ മകനും ഭാര്യയ്ക്കും ഞാൻ എഴുതി കൊടുക്കുകയാണ്. വിൽപ്പത്രം ഞാൻ തയ്യാറാക്കി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനി മേലാൽ എൻ്റെ പുറകെ ആവശ്യമില്ലാത്ത സംസാരവും ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളുമായിട്ട് ഈ പറയുന്ന വ്യക്തിയും മറ്റു ആൾക്കാരും ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള മറ്റാൾക്കാരും എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുതെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ആവശ്യമില്ലാതെ വന്നാൽ അവരെ എല്ലാവരെയും ഞാൻ കേസിൽ ഉൾപ്പെടുത്തി ഹൈക്കോടതിയിൽ ഞാൻ വിസ്തരിപ്പിക്കും. ആവശ്യമില്ലാതെ എൻ്റെ പുറകെ നടക്കാനോ ആവശ്യമില്ലാത്ത കമൻസ് പുറപ്പെടുവിക്കാനോ തുനിയരുതെന്ന് ഞാൻ അവരോട് മാന്യമായി അപേക്ഷിക്കുകയാണ്. ഇനിയും എൻ്റെ പുറകെ നടന്ന് ഇവർ നേരത്തെ എന്നെപ്പറ്റി ഇല്ലാത്ത വചനങ്ങളെല്ലാം പറഞ്ഞ് നടന്ന ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ച ഒരു ആളാണ്. ആവശ്യമില്ലാത്ത ഞാനോ അച്ഛനോ അറിയാതെ ഞങ്ങളെപ്പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ ഇറക്കി. ഞങ്ങൾ ധീവര സമുദായം തന്നെയാണ്. ഈ പറയുന്ന പുള്ളിയോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഹൈക്കോടതി നിങ്ങൾ യഥാർത്ഥത്തിൽ ആ ജാതിക്കാരാണെങ്കിൽ നിങ്ങൾ നേരിട്ട് ചെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി കൊടുത്ത് അങ്ങ് കയറാമായിരുന്നല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് തടഞ്ഞു വയ്ക്കുകയും പിന്നീട് കോടതി യുടെ സഹായത്തോടു കൂടി CMB പ്രൊഡ്യൂസ് ചെയ്ത് കയറിയിട്ട് ഞങ്ങളെ വീണ്ടും അതിലേക്ക് വഴച്ചടിച്ച് ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി മേലെ ഇത് ഗവൺമെൻറ് പറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ നടക്കുന്നതും കോടതി നിർദ്ദേശിച്ച പ്രകാരമുള്ള രീതിയിലാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങളെ അതിൽ തടയാനോ മറ്റു കാര്യങ്ങളിൽ ഇടപെടാനോ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാനോ ഞങ്ങളെ കൊല്ലാനോ കൊല്ലിപ്പിക്കാനോ ഒന്നും വേർന്നേക്കരുത്. അയാളുടെ കാര്യവും കുടുംബത്തിൻ്റെ കാര്യവും നോക്കി പോകണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു.